ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ ലൈറ്റ് അതുപോലെ ഈ ഫ്ലവേഴ്സ് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ചെയ്യൽ കേട്ടോ. സാധാരണ നമ്മളെ പണികളുടെ ഇടയിൽ ഓരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ തീർക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഈ നനച്ചുള്ള സമയത്തൊന്നും അപ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇന്ന് ഈ ഫ്ലവേഴ്സും അതിങ്ങനെ പൊടിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഈ മൂലയിലിരിക്കണ ഈ ഫ്ലവേഴ്സ് വെക്കുന്ന തട്ടുകളൊക്കെ ഒന്ന് നനച്ച് തുടച്ചിട്ട് ഒക്കെ ഒന്ന് അടിപൊളിയാക്കാൻ എഴുതിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഈ ഒരു പൊടി തട്ടണ സംഭവം ആ ബ്രഷൊക്കെ ഉപയോഗിച്ച് പൊടികളൊക്കെ ഒന്ന് തട്ടി, പിന്നെ ഇതുപോലെ നനഞ്ഞ ഒരു തോർത്തുമുണ്ടുണ്ട് കേട്ടോ, അതിനായിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കാമെന്ന് കേട്ടോ കരുതണേ. അപ്പോൾ ഇതൊക്കെ നല്ല അഴുക്കായിട്ടുണ്ട് കേട്ടോ, പൊടിയായിട്ട്. അപ്പോൾ നമ്മൾ വൃത്തിയാക്കിയപ്പോൾ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോ ഫ്ലവേഴ്സും നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. കാരണം ഇത് വെള്ളത്തിൽ ചിലവർ പറയും വെള്ളത്തിൽ സോപ്പിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ക്ലീനാകും. പക്ഷേ അതിൻ്റെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ കേടുവരും വിചാരിച്ചിട്ട് ഞാൻ നന്നായിട്ട് തുടച്ചെടുക്കാം കേട്ടോ ചെയ്ത്. അങ്ങനെ എല്ലാം തുടച്ച് കഴിഞ്ഞൊക്കെ അതിൻ്റെ സ്ഥാനത്ത് തന്നെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓപ്പൺ കിച്ചൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ മൂലയിലും നമ്മളെ ഫ്ലവേഴ്സ് ഉണ്ട്, കോണിയുടെ അവിടെ ഉണ്ട്. അങ്ങനെയൊക്കെ അവിടെ തന്നെ എല്ലാതും അവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. സൂപ്പറായില്ലേ? ഇപ്പോൾ നല്ല കളർ വന്നില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.